ഹേ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. ഹോണ്ട ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് വന്നിട്ട് രണ്ട് പുതിയ വണ്ടികൾ ലോഞ്ച് പറഞ്ഞിരിക്കുകയാണ്. അത് ഈ വരുന്ന മെയ് 22-ന്. അവർ വണ്ടികൾ CBU ആയിട്ട് ഇവിടെ ഇറക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ബ്രാൻഡ് പൊസിഷനിങ് കുറച്ചും കൂടി ശ്രദ്ധിക്കാൻ പോകുന്നുണ്ട്, പിന്നെ ചില വണ്ടികളുടെ ഫേസ് ലിഫ്റ്റ് ഇറക്കുന്നുണ്ട് എന്നൊക്കെ കുറച്ച് മാസങ്ങൾ മുന്നേ പറഞ്ഞായിരുന്നു. പക്ഷേ അതിങ്ങനെ വളരെ പെട്ടെന്നുള്ളൊരു അനൗൺസ്മെൻറ്റിൽ നമ്മൾ അടുത്തൊരു 15 ദിവസത്തിൽ വണ്ടി ഇറക്കാണ് എന്ന് പറയും എന്ന് ഞാൻ വിചാരിച്ചില്ല. ഇനി ഇത് ഹോണ്ട ഒഫീഷ്യലി അല്ല പറഞ്ഞിരിക്കുന്നത്, ഓട്ടോക്കാരൻ്റെ ഇൻറ്റേർണൽ റിപ്പോർട്ട്സ് അനുസരിച്ച് അവർ പറഞ്ഞിരിക്കുന്നതാണ്. പക്ഷേ സംഭവം ഏകദേശം കറക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ പൊതുവെ റിപ്പോർട്ട്സ് വരാറില്ല. അത് മെയ് 22-ന് വരുന്നു എന്ന് പറഞ്ഞ്. സോ സംഭവം എന്താണെന്ന് വെച്ചാൽ രണ്ട് വണ്ടികളാണ് വരുന്നത്. ഒന്ന് ZR-V അല്ലെങ്കിൽ ZR-V എന്ന് നമുക്ക് പറയാം. ഇത് നമുക്ക് ഡയറക്റ്റ് ഒരു CBU ഇമ്പോർട്ട് എന്നുള്ള രീതിയിലായിരിക്കും കിട്ടുന്നത്. പിന്നെ സിറ്റി ഫേസ് ലിഫ്റ്റ് ആണ്. നമുക്ക് ആദ്യം ZR-V അല്ലെങ്കിൽ ZR-V ഇതിനെപ്പറ്റി തന്നെ നോക്കാം. ഇത് അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വാഹനമാണ്. എന്തുകൊണ്ടാണ് ഹോണ്ട ഈ പെർട്ടിക്കുലർ വണ്ടി സെലക്ട് ചെയ്തതെന്ന് അറിയില്ല. അവർ ബ്രാൻഡ് ബിൽഡിങ്ങിൻ്റെ ഇതിനു വേണ്ടി ഇമ്പോർട്ട് ചെയ്ത് ഇവിടെ അവരുടെ പുറത്തുള്ള വണ്ടികൾ, അതായത് ഹാലോ മോഡൽസ് കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കിപ്പോൾ ഫോക്സ്വാഗനൊക്കെ തരുന്നുണ്ടല്ലോ. അതായത് ഇപ്പോൾ ടൈറോൺ ഉണ്ട്, ടൈറോൺ പക്ഷേ ഇവിടെ CKD ആയിട്ടാണ് വരുന്നത്, അസംബിൾ ചെയ്ത് കൊണ്ടുവരാണ്. പക്ഷേ നമുക്ക് ടിഗ്വാൻ ഇമ്പോർട്ട് ആയിരുന്നു, അതുപോലെ ടിഗ്വാൻ ഓൾ സ്പേസ് ഇമ്പോർട്ട് ആയിരുന്നു. അങ്ങനെ കുറേ ഫോക്സ്വാഗൻ ഇമ്പോർട്ട് വാഹനങ്ങളുണ്ട്. ഗോൾഫ് GT ഇമ്പോർട്ടഡ് ആണ്. സോ അങ്ങനെയൊക്കെ നമ്മുടെ ഹോണ്ടയും ഇപ്പോൾ അവർക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ഇമ്പോർട്ട് റൂൾ 2500 വണ്ടികൾ ഒരു വർഷം കൊണ്ടുവരാൻ പറ്റുന്ന ഒരു റൂൾ ഇവിടെ ഉണ്ട്. സോ അതിനുണ്ടല്ലോ അവരുടെ വണ്ടികൾ കൊണ്ടുവരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആൻഡ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വണ്ടി കൊണ്ടുവരുന്നത്. ഇത് ജപ്പാനിലും യൂറോപ്യൻ മാർക്കറ്റ്സിലൊക്കെ അവർ വിൽക്കുന്നൊരു വാഹനമാണ്. ചില സ്ഥലങ്ങളിൽ HRV എന്ന് പറഞ്ഞ പേരിലും അവരിത് വിൽക്കാറുണ്ട്. പിന്നെ ചില രാജ്യങ്ങളിൽ ഈ വണ്ടി നമ്മുടെ CR-Vയുടെയും അതുപോലെ HRV-യുടെയും ഇടയിൽ വരുന്ന ഒരു മോഡലായിട്ടാണ് വിൽക്കുന്നത്. എന്തായാലും ഡയമെൻഷൻസ് വൈസ് അങ്ങനെ ഭയങ്കര വലിയ വണ്ടിയൊന്നുമല്ല. ഈ ഫോട്ടോയിൽ കാണുമ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെ കിട്ടുന്ന എലവേറ്റ് പോലെ അല്ല, കുറച്ചും കൂടെ ഒരു റൗണ്ടഡ് കോർണേഴ്സ്, റൗണ്ടഡ് ഡിസൈനൊക്കെ വരുന്നൊരു വാഹനമാണ്. എലവേറ്റ് കുറച്ചും കൂടെ ബോക്സി ലൈക്ക് ഡിസൈനാണല്ലോ വരുന്നത്. ഇത് പക്ഷേ അതുകൊണ്ടാണ് കാണുമ്പോൾ നമുക്ക് അധികം വലിയൊരു സൈസ് തോന്നാത്തത്. പക്ഷേ ശരിക്കും അത്യാവശ്യം സൈസ് ഉണ്ട്. 4.5 മീറ്റേഴ്സിന് മുകളിൽ ലെങ്ത് വരുന്നുണ്ട്. ആൻഡ് 1.86 മീറ്റേഴ്സിനടുത്ത് വിട്ടും വരുന്നുണ്ട്. സോ അത് അത്യാവശ്യം വലിയ കുഴപ്പമില്ല. ഹൈറ്റ് കുറവാണ്, 1.6 മീറ്റേഴ്സിന് ജസ്റ്റ് മുകളിലുള്ളൂ. ഇൻഫാക്ട് വീൽ ബേസും അധികം ഇല്ല, ജസ്റ്റ് 2657 mm വരുന്നുള്ളൂ. അതിപ്പോൾ നമുക്ക് നോർമലി കിട്ടുന്ന ഇവിടെയുള്ള പല SUVs, ഇപ്പോൾ പുതിയ സിയറയ്ക്കൊക്കെ 2700 mm വീൽ ബേസ് ഉണ്ട്. സോ അതിനേക്കാളൊക്കെ ഇത് കുറച്ചും കൂടെ കുറവാണ് എന്ന് പറയേണ്ടി വരും സൈസിൻ്റെ കാര്യത്തിൽ. ആൻഡ് ഓവറോൾ നോക്കുകയാണെങ്കിൽ പോലും അങ്ങനെ ഒരു ഭയങ്കര വലിയ വണ്ടി പോലെ തോന്നില്ല. ഇത് ഇൻ്റർനാഷണലി വരുന്ന ഫീച്ചേഴ്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഡിജിറ്റൽ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ, ഇൻഫോർടൈൻമെന്റ് സ്ക്രീൻ, അതുപോലെ ഡ്യുവൽ സോൺ AC, പാനോറാമിക് സൺറൂഫ്, പിന്നെ ഇലക്ട്രിക് സീറ്റ്സ്, വെന്റിലേറ്റഡ് സീറ്റ്സ്, അങ്ങനെ നോർമലി കിട്ടാവുന്ന ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. പിന്നെ ADASും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ ഇന്ത്യയിലേക്ക് ഈ വണ്ടി വരുമ്പം ഇത് വർക്കൗട്ട് ആവോ ഇല്ലയോ എന്നുള്ളതാണ് നമുക്കിനി അറിയാനുള്ളത്. കാരണം ഇത് വരാൻ പോകുന്ന പ്രൈസ് പോയിന്റ് എന്ന് പറയുന്നത് ഫുള്ളി ഇമ്പോർട്ട് എന്ന് പറയുമ്പം എങ്ങനെ പോയാലും ഒരു 40 ലക്ഷം രൂപയെങ്കിലും ഈ വാഹനത്തിൻ്റെ മിനിമം പ്രൈസ്. ആൻഡ് ആ പ്രൈസിൽ ഇത് ആര് വാങ്ങും എന്നുള്ളതാണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ. 40 lakhs എക്സ്ഷോറൂം പ്രൈസിൽ വന്നാൽ പോലും ഓൺറോഡ് ഏകദേശം ഒരു 47 ലക്ഷം രൂപയുടെ അടുത്താവും. ആ പ്രൈസിൽ നമുക്ക് ഇഷ്ടംപോലെ വേറെ ഓപ്ഷൻസ് ഉണ്ട്. ഇൻഫാക്ട് ആ ഒരു പ്രൈസിൽ നിന്ന് കുറച്ചുകൂടെ കൂടുതലിട്ടാൽ തന്നെ ആൾക്കാർക്ക് ഫോർച്യൂണർ ഇട്ട് തുടങ്ങും. ഇനി ഫോർച്യൂണർ വേണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴത്തെ പ്രൈസ് പോയിന്റിൽ നമുക്ക് മഹീന്ദ്രയുടെ ഇഷ്ടംപോലെ SUVs ഉണ്ട്. 7X ഉണ്ട്, സ്കോർപ്പിയോ ഉണ്ട്, ഇലക്ട്രിക് വേണമെങ്കിൽ ആ ഓപ്ഷൻസ് ഉണ്ട്. ആൻഡ് അങ്ങോട്ട് പോകുമ്പോഴേക്കും വേറെ പല ഇലക്ട്രിക് വാഹനങ്ങൾ വന്നു തുടങ്ങും, BYDയുടെ വണ്ടികൾ വന്നു തുടങ്ങും. അങ്ങനെ ഒരു ഭയങ്കര വാസ്റ്റ് ആയിട്ടുള്ള സെഗ്മെന്റിലേക്കാണ് ഇവർ കയറുന്നത്, അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വണ്ടിയും വെച്ച്. എനിക്കൊരു ചെറിയ സംശയമില്ലാതില്ല ഇവർ നമ്മുടെ നിസാൻ എക്സ്ട്രയിലിൻ്റെ ഒരു സെയിം സംഭവം റിപ്പീറ്റ് ചെയ്യാനാണോ പോകുന്നതെന്ന്. എന്തായാലും എക്സ്ട്രയിൽ പോലെ ഈ വാഹനത്തിന് എഞ്ചിൻ ഓപ്ഷൻസിൻ്റെ കാര്യത്തിൽ പാളാനുള്ള സാധ്യതയില്ല. എക്സ്ട്രയിൽ ഒരു 1.5 ലിറ്റർ 3 സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിനാണ് ആ പ്രൈസ് പോയിന്റിൽ വരുന്നൊരു വണ്ടിയിൽ കൊടുത്തത്. ആൻഡ് അതത്ര ഫാസ്റ്റും അല്ലായിരുന്നു. 9 സെക്കൻഡ്സ് എന്തൊക്കെയാണ് 0 to 100 ക്ലെയിം ചെയ്യുന്നത്. 9 സെക്കൻഡ്സിന് കൂടുതലുണ്ടായിരുന്നു തോന്നുന്നു. ഈ വണ്ടി നമുക്ക് 2 ലിറ്റർ ഹൈബ്രിഡ് എഞ്ചിൻ ഓപ്ഷൻ വെച്ചായിരിക്കും വരാൻ പോകുന്നത്. ആൻഡ് ഏകദേശം 180 ഹോഴ്സ് പവറിന് അടുത്താണ് കമ്പൈൻഡ് ഔട്ട്പുട്ട് വരുന്നത്. സ്റ്റിൽ ഭയങ്കര ഹൈ ഔട്ട്പുട്ട് ആണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഏകദേശം ഒരു 8 സെക്കൻഡ്സിന് അടുത്തൊക്കെ ആയിട്ട് 0 to 100 വണ്ടി ചെയ്യേണ്ടതാണ്. 0 to 100 ചെയ്യാതിരിക്കുക അതെന്തെങ്കിലും ആവട്ടെ. പക്ഷേ നമുക്ക് ഹൈബ്രിഡ് ഓപ്ഷൻ ആ ഒരു സെഗ്മെന്റിൽ ആക്ച്വലി കുറവാണ്. എല്ലാ വണ്ടികളും ഒന്നെങ്കിൽ പ്യുവർ പെട്രോൾ ആയിരിക്കും, അല്ലെങ്കിൽ ഡീസലാണ് നമുക്ക് ലാഡ ഫ്രെയിം SUVസിലേക്ക്, അതായത് ഫോർച്യൂണർ ആ ഒരു നോക്കുകയാണെങ്കിൽ അങ്ങനെയാണ് കിട്ടുന്നത്. പിന്നെ പുതിയ MGയുടെ മെജസ്ട്രക്ക് അങ്ങനെയാണ് വരുന്നത്. ഫോക്സ്വാഗൻ ട്വിൻസ്, ഇപ്പോൾ കോഡിയാക്ക് ആയിക്കോട്ടെ, ടൈറോൺ ആയിക്കോട്ടെ, ടിഗ്വാൻ R-Line ആയിക്കോട്ടെ, എന്താണെങ്കിലും നമുക്കെല്ലാം പെട്രോൾ എഞ്ചിനിൽ മാത്രമാണ് കിട്ടുന്നത്. സോ ഹൈബ്രിഡ് ഓപ്ഷൻ കിട്ടുന്നു എന്ന് പറയുന്നത് നല്ലൊരു സംഭവമാണ്. പക്ഷേ ഇനിയിപ്പോൾ നമ്മുടെ JSWൻ്റെ പുതിയ മറ്റേ സംഭവം ജെറ്റോർ T2 ബെസ്റ്റ് ആയിട്ടുള്ള വണ്ടി വരാനുണ്ട്. അത് പ്ലഗ് ഇൻ ഹൈബ്രിഡ് ആണ്. ഏകദേശം സെയിം പ്രൈസ് പോയിന്റിലായിരിക്കും വരുന്നത്. കുറച്ചും കൂടെ നമുക്കൊരു ഡിഫൻഡർ ലൈക്ക് ഡിസൈനാണ് അതിൻ്റെ അകത്ത് കിട്ടുന്നത്. ആൻഡ് അത് സൈസിൽ ഇതിനേക്കാൾ ഭയങ്കര വലുതാണ്. സോ അങ്ങനെയൊക്കെ നോക്കുമ്പം ഈ വണ്ടി ഇനി എന്താവും എന്നുള്ളത് നല്ലൊരു ചോദ്യചിഹ്നമായിരിക്കും. ഇത് എക്സ്ട്രയിലിൻ്റെ അത്രയും വലിയൊരു ഫെയിലിയർ ആവാതിരുന്നാൽ മതിയായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അഗൈൻ ഞാൻ ഒരുപാട് കുറ്റം പറയുന്നില്ല. ഒരുപാട് കുറ്റം പറഞ്ഞാൽ നിങ്ങൾ എന്നെ കുറ്റം പറയും, എന്തിനാണ് വെറുതെ ഇങ്ങനെ ഹോണ്ടയെ കുറ്റം പറയുന്നതെന്ന് പറഞ്ഞ്. പക്ഷേ അവർ വെറുതെ വണ്ടി ഇങ്ങനെ കൊണ്ടിറക്കുന്നതിന് പകരം കുറച്ചൊക്കെ ഒന്ന് മാർക്കറ്റ് റിസർച്ച് നടത്തിയിട്ട് വണ്ടി ഇറക്കുന്നതായിരുന്നു നല്ലത്. എൻ്റെ അഭിപ്രായത്തിൽ അവർ ഇന്ത്യയിൽ ഇപ്പോൾ ഒരു 50 lakhsനടുത്ത് പ്രൈസിൽ കൊണ്ടിറക്കിയാൽ പോലും അത്യാവശ്യം വിറ്റ് പോവും എന്ന് എനിക്ക്
എനിക്ക് തോന്നുന്നൊരു വണ്ടി നമ്മുടെ ഇപ്പോൾ അവർ അമേരിക്കൻ മാർക്കറ്റ്സിലൊക്കെ വിൽക്കുന്ന പുതിയ ജനറേഷൻ പാസ്പോർട്ടാണ്. ഇത് ജപ്പാനിൽ വിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ആൻഡ് ഈ വണ്ടി കാണാൻ നല്ല രസമാണ്. അതായത് നല്ലൊരു ബോക്സി പ്രൊപ്പോർഷൻസ് ആണ്. ഒരു ടിപ്പിക്കൽ ഹോണ്ട വണ്ടിയുടെ വൈബേ ഇല്ലാത്തൊരു വണ്ടിയാണ്. ഇങ്ങനത്തെ ഡിസൈനുള്ള ഹോണ്ട വണ്ടികൾ നമുക്ക് ആക്ച്വലി കിട്ടുന്നത് വളരെ കുറവാണ്. സോ ഇതിവിടെ ഇറക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒരു ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ച് ആ ഒരു 50 lakhs പ്രൈസ് പോയിന്റിലാണെങ്കിലും ഇങ്ങനെ സൈസുള്ളൊരു ഹോണ്ടയുടെ വണ്ടി എന്ന് പറഞ്ഞാൽ ആൾക്കാർ വാങ്ങാനുള്ള സാധ്യതയുണ്ട്. കാരണം ലുക്ക് ഉണ്ട്, അത്യാവശ്യം റോഡ് പ്രസൻസ് ഉണ്ട്. ആൾക്കാർക്ക് ആ പ്രൈസ് പോയിന്റിൽ ആക്ച്വലി വേണ്ടതും ഈ രണ്ട് സാധനങ്ങളാണ്. അല്ലാതെ ചെറിയൊരു വണ്ടി ഹൈബ്രിഡ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞാലും അധികം ആൾക്കാർ വാങ്ങാനുള്ള സാധ്യതയില്ല. ഇനി ആ വാങ്ങുകയാണെങ്കിൽ തന്നെ അത് ജസ്റ്റ് റിലയബിലിറ്റിയുടെ പെർസ്പെക്റ്റീവ് നിന്ന് മാത്രം വാങ്ങേണ്ടി വരും. പിന്നെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതവർ റൈറ്റ് ഹാൻഡ് ഡ്രൈവ് മാർക്കറ്റ്സിൽ എവിടെയും വിൽക്കുന്നില്ല എന്ന് തോന്നുന്നു. ZR പക്ഷേ പിന്നെയും ഉണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം. കാരണം അത് ഓസ്ട്രേലിയയിലൊക്കെ അവർ വിൽക്കുന്നുണ്ട്. അത് റൈറ്റ് ഹാൻഡ് ഡ്രൈവ് മാർക്കറ്റാണ്. സോ ഇവിടേക്ക് കൊണ്ടുവരാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഈ വണ്ടിയൊക്കെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അവർ റൈറ്റ് ഹാൻഡ് ഡ്രൈവ് ആക്കണം, കൺവേർട്ട് ആക്കണം. അത് ഒരു ചെറിയ പ്രശ്നമായിരിക്കണം. ഇനി സിറ്റി ഫേസ് ലിഫ്റ്റിലേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെയും ലോഞ്ച് ഡേറ്റ് എസ്റ്റിമേറ്റഡ് ടൈം വന്നിരിക്കുന്നത് സെയിം മെയ് 22 തന്നെയാണ്. ആൻഡ് ഈ വാഹനം ഇപ്പോൾ അവർ ലാസ്റ്റ് ഫേസ് ലിഫ്റ്റ് ഇറക്കിയത് 2023 2020 നമുക്ക് പുതിയ ജനറേഷൻ, അതായത് 5th ജനറേഷൻ സിറ്റി കിട്ടുന്നത്. അത് കഴിഞ്ഞ് തന്നെ 3 വർഷം കൊണ്ട് അവർ ആദ്യത്തെ ഫേസ് ലിഫ്റ്റ് ഇറക്കി. ഇതിപ്പോൾ പിന്നെയും 3 വർഷം കഴിഞ്ഞപ്പോഴേക്കും അടുത്ത ഫേസ് ലിഫ്റ്റും വരാൻ പോവുകയാണ്. സാധാരണ ഹോണ്ട ഈ ഒരു 6-7 വർഷത്തെ കാലയളവിൽ വണ്ടിയുടെ ജനറേഷനാണ് മാറ്റാറുള്ളത്. ഇപ്രാവശ്യം ജനറേഷൻ മാറ്റാൻ മാത്രമുള്ള സെയിൽ അവർക്ക് കിട്ടുന്നില്ല എന്ന് തോന്നുന്നു. എപ്പോഴും റെസ്പെക്റ്റീവ് ഓഫ് സെയിൽസ് എന്താണെങ്കിലും ഹോണ്ട എപ്പോഴും മാറ്റിക്കൊണ്ടിരുന്നൊരു ജനറേഷനായിരുന്നു സിറ്റിയുടേത്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഫ്യൂച്ചർ എന്താണെന്ന് കണ്ടറിയേണ്ടി വരും. ശരിക്കും 2027-28 പുതിയ ജനറേഷൻ വരേണ്ടതായിരുന്നു. ഇപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ ഒരുപാട് വാഹനങ്ങൾ വന്നിട്ടുണ്ട്. നമുക്ക് പുതിയ ജനറേഷൻ വരുന്നുണ്ട്. വെർട്ടസും സ്ലാവിയുണ്ട്. വെർട്ടസും സ്ലാവിയയ്ക്കും ഇപ്പോൾ ഫേസ് ലിഫ്റ്റ് വരാൻ പോവാണ്. സോ അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം ഹോണ്ട ഇതിനെ ഫേസ് ലിഫ്റ്റ് വെക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. എനിവേ ഇതിന് ഡിസൈനിൻ്റെ കാര്യത്തിൽ ഒരുപാട് എക്സ്റ്റീരിയർ ചേഞ്ചസ് പ്രതീക്ഷിക്കുന്നില്ല. ഓൾമോസ്റ്റ് ഇപ്പോൾ ഉള്ള സെയിം ഡിസൈനൊക്കെ തന്നെയായിരിക്കും. വളരെ മൈനർ ആയിട്ടുള്ള ഇപ്പോൾ അലോയ്സിൻ്റെ ഡിസൈൻ, ബമ്പറിൻ്റെ ഡിസൈൻ ഫ്രണ്ടിലും ബാക്കിലും അങ്ങനെയൊക്കെ കുറച്ച് ട്വീക്സ് ഉണ്ടാകാൻ ചാൻസ് ഉള്ളൂ. മെയിൻ ചേഞ്ചസ് എക്സ്പെക്ട് ചെയ്തിരിക്കുന്നതിൻ്റെ ഇൻറ്റീരിയേഴ്സിലാണ്. ഇൻറ്റീരിയർ ഡാഷ്ബോർഡ് ഡിസൈനും കാര്യങ്ങളൊന്നും മാറാൻ ചാൻസ് ഇല്ല. പക്ഷേ പുതിയ ഫീച്ചേഴ്സ് ഇതിനകത്ത് എക്സ്പെക്റ്റഡ് ആണ്. അതായത് പുതിയ ക്ലസ്റ്റർ ആയിക്കോട്ടെ, കുറച്ചുകൊണ്ട് സൈസ് നമുക്ക് ഏകദേശം 10 inch സൈസ് വരുന്ന എലവേറ്റിലൊക്കെ ഉള്ള അതേ ഇൻഫോർടൈം സിസ്റ്റം വരാൻ സാധ്യതയുണ്ട്. പിന്നെ ചാൻസ് ഉള്ളത് പവർ ഡ്രൈവർ സീറ്റും അതുപോലെ വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റ്സ്. അത് ഭയങ്കരമായിട്ട് അത്യാവശ്യമായിട്ട് കൊടുക്കേണ്ട ഒരു സംഭവമാണ്. ഈ പ്രൈസ് പോയിന്റിൽ നല്ല ഇതിൻ്റെ താഴത്തെ സെഗ്മെൻറ്റിലെ വണ്ടികൾ വരെ ഇപ്പോൾ നമുക്ക് വെന്റിലേറ്റഡ് സീറ്റ്സ് അവൈലബിൾ ആണ്. അത് ഹോണ്ട കൊടുക്കാത്തൊരു സംഭവമാണ്. ഇൻഫാക്ട് ഹോണ്ടയുടെ ഒരു വണ്ടിയിലും നമുക്ക് ഫാക്ടറി ഫിറ്റഡ് ആയിട്ട് വെന്റിലേറ്റഡ് സീറ്റ്സ് കിട്ടുന്നില്ല. സോ അത് അവർ നോക്കണം. പിന്നെ 360 ഡിഗ്രി ക്യാമറ ഈ വാഹനത്തിൽ കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു. അതും അവർ വേറെ വണ്ടികളൊന്നും കൊടുക്കുന്നില്ല. എല്ലാ അമേസ് മൂലം നമുക്ക് ലെയിൻ വാച്ച് ക്യാമറ എന്ന് പറഞ്ഞ് ലെഫ്റ്റ് സൈഡിലൊരു ക്യാമറ ഉണ്ട്. പക്ഷേ അത് മാത്രമേ ഉള്ളൂ. അതാണ് ഒരു ചെറിയ പ്രശ്നമുള്ളത്. ഇത്രയും കുറച്ച് ഫീച്ചേഴ്സും പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സ് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഇവർക്ക് വേണമെങ്കിൽ മാർക്കറ്റിൽ പിടിച്ചേക്കാൻ പറ്റും. പക്ഷേ ഇനിയും നമുക്ക് സ്ലാവിയുടെയും വെർട്ടസിൻ്റെയും ഫേസ് ലിഫ്റ്റ് വരാനുണ്ട്. അതിൻ്റെ അകത്ത് കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സ് ഇനി വരാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ പ്രൈസിങ്ങും കൂടെ അഗ്രസീവ് ആണെങ്കിൽ പിന്നെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ വണ്ടിയുടെയും പവർ ട്രെയിൻ ഓപ്ഷൻസിൽ പ്രത്യേകിച്ച് വലിയ ഡിഫറൻസ് ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഇപ്പോൾ ഉള്ള സെയിം 1.5 ലിറ്റർ ഐവിടെക് എഞ്ചിനും അതുപോലെ തന്നെ 1.5 ലിറ്റർ എഞ്ചിൻ ബേസ്ഡ് ആയിട്ടുള്ള ഹൈബ്രിഡ് സിസ്റ്റം തന്നെയാണ് ഇനിയും വരാൻ പോകുന്നത്. ആൻഡ് ഹൈബ്രിഡ് വണ്ടി ഒരിപ്പോഴും ലോക്കലൈസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല എന്നാണ് കേട്ടത്. അതുകൊണ്ട് പ്രൈസിൻ്റെ കാര്യത്തിൽ വലിയ വ്യത്യാസമൊന്നും വരാൻ സാധ്യതയില്ല. നമുക്കിപ്പോഴും ഓൾമോസ്റ്റ് ഗ്രാൻഡ് ഹൈറൈഡർ ഓർ അതിനേക്കാൾ കുറച്ചുകൊണ്ട് എക്സ്പെൻസീവ് ആയിട്ട് തന്നെയായിരിക്കും സിറ്റിയുടെ ഹൈബ്രിഡ് കിട്ടുന്നത്. അല്ലെ പിന്നെ ഡിസ്കൗണ്ട്സ് ഒക്കെ വന്നിട്ട് നിങ്ങൾ ആ ഒരു റേഞ്ചിൽ വാങ്ങണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്ക് അത്യാവശ്യം അഫോർഡബിൾ എന്ന് സ്റ്റിൽ പറയാൻ പറ്റില്ല. അതാണ് പ്രശ്നം. അവിടെയാണ് ഹോണ്ടയ്ക്ക് സിറ്റിയുടെ ഹൈബ്രിഡിൽ പാളിപ്പോയത്. അല്ലെങ്കിൽ അത് നല്ലൊരു ഓപ്ഷൻ ആയിരുന്നു. നമുക്കൊരു 15-16 lakhs അടുത്തൊക്കെ ആയിട്ട് എക്സ്ഷോറൂം പ്രൈസ് വന്നിരുന്നെങ്കിൽ ഒരു 18 lakhs അടുത്തായിട്ട് വണ്ടി ഓൺ റോഡ് കിട്ടിയാണ്. ആ പ്രൈസ് പോയിന്റിൽ ഡെഫിനറ്റ്ലി വാങ്ങാൻ പറ്റിയ നല്ല ഓപ്ഷൻ ആയിരുന്നു. പിന്നെ ടർബോ പെട്രോൾ ഹോണ്ട ഇവിടെ വിൽക്കുന്നില്ലല്ലോ. എനിവേ ഇതാണ് നമുക്ക് ഹോണ്ടയുടെ വണ്ടികളെ പറ്റി ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്ന അപ്ഡേറ്റ്സ്. എന്താണ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി പറയാനുണ്ടെന്ന് കമൻസിൽ പറയാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസ് ക്ലീൻ പ്രൊഡക്ട്സ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ പ്രൊഡക്ട്സ് ആയി തീർച്ചയായും ചെക്കൗട്ട് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.